നമ്മളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ വൈദികരെയും, ഏറെ പ്രത്യേകമായിട്ടും നമ്മുടെ ചുറ്റുപാടിലുള്ളവർ, പ്രത്യേകിച്ചും ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ഡോക്ടർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ നാനാജാതി മതസ്ഥരായ അനേകരുടെ സാന്നിധ്യം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോടുള്ള വലിയ താല്പര്യത്തിന്റെ വലിയ തെളിവായിട്ട് ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിനന്ദനായ കുര്യാക്കോസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, സ്നേഹം നിറഞ്ഞ നമ്മുടെ അധിപതിരാസനത്തിന്റെ മുഖ്യ വികാരി ജനറൽ പർപ്പിളച്ചൻ, നമ്മുടെ ഈ ഇടവകയുടെ ആദരണീയനായ വികാരി പ്രിയപ്പെട്ട പരക്കുളത്തച്ഛൻ, വാത്സല്യമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യമുള്ള മക്കളെ, ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഹാർദമായി ഞാനും ഈ കുരിശടി കൂദാശയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ തിരുവല്ല കത്തീഡ്രൽ എന്ന് പറയുന്നത് ഈ നാടിന്റെ ഒരു വലിയ അഭിമാന സ്തംഭമാണ്, അഭിമാന ചിഹ്നമാണ്. ഈ നാടിനെ മനുഷ്യരെ അളക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ നന്മ എന്താണെന്ന് തിരിച്ചറിയുന്നതിന്റെയും ഒരു മുഖാന്തരമായി ഈ കത്തീഡ്രൽ ദേവാലയവും ഇത് വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ചും ഭാരതീയ വാസ്തുശില്പ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൊതുവിലുള്ള മറ്റ് അനേകം കാര്യങ്ങളും ചേർത്തിണക്കി സൃഷ്ടിച്ചെടുത്തതായ ഈ അതിമനോഹരമായ കത്തീഡ്രലും അതിന്റെ ചുറ്റുപാടുകളും. നമുക്കറിയാം, ഒരു ദൈവാലയ സങ്കേതം എന്ന് പറയുന്നത് ദൈവത്തെയും മനുഷ്യരെയും സംയോജിപ്പിക്കുവാനായിട്ടുള്ള ഇടമാണ്. നമ്മുടെ കണ്ണുനീരുകളും വേദനകളും രോഗങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരിടമാണ് ദൈവത്തിന്റെ തിരുമാറ്. ആ തിരുമാറിലേക്ക് നമ്മളുടെ എല്ലാ വേദനകളും ഭാരങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു സങ്കേതം എന്നുള്ള തലത്തിലാണ് ഈ നാട്ടിലെ വളരെ പ്രധാനമായി ഈ നഗരവീതിയുടെ ഈ മുഖ്യ സ്ഥലത്ത് പ്രകാരം ഒരു ദൈവാലയം വരുന്നതും അതിനോട് ചേർന്നുള്ള മറ്റു കാര്യങ്ങളും. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് അഭിനന്ദനായ കീവർഗീസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി ക്രമീകരിച്ച ഇവിടുത്തെ ആ കുരിശടി അത് വീണ്ടും നവീകരിച്ച് പ്രകാരം ആക്കി ഈ പൊതുസമൂഹത്തിന് മുഴുവൻ നൽകുവാനായിട്ട് ഇടയാകുന്നതിൽ അത്യധികമായ സന്തോഷമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളുടെ പ്രിയങ്കരനായ വികാരി പ്രിയപ്പെട്ട പരക്കുളത്തച്ഛനാണ്. അച്ഛന്റെ ആ ഒരു താല്പര്യവും ചടുലമായ നേതൃത്വവും ഈ ഇടവകയിലെ ട്രസ്റ്റി, സെക്രട്ടറി, പ്രിയപ്പെട്ടവരായ മക്കള്, കമ്മിറ്റി അംഗങ്ങള്, അവരുടെ അകമഴിഞ്ഞ സഹായങ്ങളും കൊണ്ടാണ് ഇപ്രകാരം ഇത് ക്രമീകരിക്കപ്പെടുവാൻ സാധിച്ചത്. വളരെ സുന്ദരവും മനോഹരവുമായിരിക്കും. ഞാൻ നമ്മളുടെ ഈ അയൽവക്കത്തുള്ള എൻ്റെ തന്നെ സുഹൃത്തുക്കളായ പലരോട് സംസാരിക്കാനായിട്ടിടയായി. അവര് മറ്റ് മതസ്ഥര്, പ്രത്യേകിച്ചും ഹൈന്ദവ മതത്തില് വിശ്വസിക്കുന്നതായ പ്രിയപ്പെട്ട മക്കളാണ്. അവരെന്നോട് പറഞ്ഞു, മെഴുകുതിരി കത്തിക്കാനായിട്ടുള്ള ഒരു ക്രമീകരണം വന്ന അല്പസമയം ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നടുമുറ്റത്തൊന്ന് ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതായത് അല്പം സ്വസ്ഥതയിലെ, അല്പം നമ്മളുടെ ദൈനംദിനമുള്ള ആ ജീവിതത്തിൽ നിന്നൊന്ന് മാറിയിരുന്ന് നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുവാൻ, ദൈവം നമ്മോട് പറയുന്ന ഒന്ന് കേൾക്കുവാൻ, വളരെ സുന്ദരമായി ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകളെ ഓർത്ത് അവന് നന്ദി പറയുവാൻ ഒക്കെയുള്ള ഒരവസരമാണ്. ഈ നാടിന് ഇപ്രകാരം ഒരു വലിയ സമ്മാനം നൽകുവാനായിട്ടിടയാകുന്നത് വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. നാളെ അഭിനന്ദനായ, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞുമായിട്ട് ഇവിടെ ഓർമ്മയാചരിക്കുന്നതായ, പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയങ്കരനായ രണ്ടാമത്തെ മെത്രാപ്പൊലീത്ത തിരുമേനി ജോസഫ് മാർ സേവേറിയോസ് തിരുമേനി വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രമായിരുന്നില്ല, അയൽ സംസ്ഥാനമായ കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആദ്യകാലങ്ങളിൽ, ഞാൻ പറയുന്നത് ഏതാണ്ട് 10-90 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമാണ്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം വീശുവാൻ നമ്മുടെ ഈ MGM സ്കൂളിലെ അധ്യാപകനായും മാനേജരായും പ്രിൻസിപ്പലായും വരുന്ന അഭിനന്ദനായ സേവേറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഓർമ്മയാണ്. ആ ഓർമ്മയുടെ നാളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് സമ്മേളിച്ച് ഈ ദൈവാലയ കൂദാശയോടൊപ്പം തന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാലയം നമ്മൾ കുരിശടി എന്ന് പറയുന്നത് ഇപ്പോൾ ആശീർവദിക്കുകയാണ്. കടന്നു വന്ന നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളുടെ തിരുമുൽ കാഴ്ചയെ സ്വീകരിച്ചുകൊണ്ട്
30, 60, 100 മേനി നിങ്ങൾക്ക് ഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവക ദേവാലയത്തിൻ്റെ അഭിമാന സ്തംഭം എന്ന് നമുക്ക് പറയാവുന്ന വലിയൊരു കാര്യമാണ്. ഉച്ച സമയങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്ന മനുഷ്യർക്ക്, പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങളിൽ ഇവിടെ ക്രമീകരിക്കുന്ന ഭക്ഷണം, അത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേക ക്രമീകരണമാണ്. നോമ്പ് കാലങ്ങളിൽ ഞങ്ങളത് ചെയ്ത് ഇവിടെ ഭക്ഷണമില്ലാതെ ആരും വലയുവാനോ അലയുവാനോ സാധിക്കരുത്. ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് ക്രമീകരിച്ച് അത് പ്രിയപ്പെട്ട മക്കൾ അത് അനുഭവിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ അങ്ങനെ ഏകോദര സഹോദരങ്ങളായി ഒരു നൂലിൽ കോർത്തിണക്കിയവരെ പോലെ നമുക്ക് മുന്നേറാം. ദൈവം സർവ്വ നന്മകളും തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ, നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹവും കരുണയും ബറഖ്മാർ ഞങ്ങളുടെ വംശത്തിന്റെ രക്ഷയ്ക്കായി കുരിശിക്കപ്പെട്ട വചനമായ ദൈവമേ, നിനക്ക് സ്തുതി. നിന്റെ പരിശുദ്ധ ശ്ലീബ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ അടയാളവും വിജയത്തിന്റെ പതാകയും രക്ഷയുടെ ആയുധവുമായി തീരണമേ. ഞങ്ങളെല്ലാവരെയും അതിന്റെ പാർശ്വങ്ങളിൽ മറയ്ക്കണമേ. നിന്റെ ദൈവിക സഹായങ്ങളാൽ ഞങ്ങളെ സംരക്ഷിച്ച് പുണ്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോബു കുലസ്ബാനിലവൽമീൻ. ഇസ്രായേൽ പാളയമതിനുൾ പിച്ചള സർപ്പമുയർന്നപ്പോ ജീവൻ നൽകും ശ്രീപാദൻ മുൻകുറിയും വാഗ്ദാനവുമായി മോറാനേശു ശ്രീപായാൽ നിഞ്ചനരി പ്രാർത്ഥനയാലും ഭൂമി അതിൻ ഭാഗങ്ങളിൽ നിൻ ശാന്തി നിരപ്പുകൾ വാഴട്ടെ. ആകാശേ കുസ്തന്തീനോസ് ദർശിച്ചൊരു പ്രഭയൻ ശ്രീബാ പള്ളികൾ ദേറാകൾക്കെന്നും കോട്ടയതായി തീരേണം. മോറാനീസു ശ്രീബായാൽ അനുദിനമഭയം തേടുമീവ ദുഷ്ടനിൽ നിന്നും രക്ഷിക്കും ഉന്നത രാജ്യവുമേകീടും. സ്കീപ്പായിൻ മുകളിൽ ചോരൻ പ്രാപിച്ചൊരു വാഗ്ദാനത്തെ ത്രിത്വത്തിൽ ഏറ്റുപറഞ്ഞ മൃതരും കൈക്കൊണ്ടിടേണം. പാറയ്ക്കുമോ ശുഭഹോല ബോല ബുറോവൽ റൂഹു ഖദീശോ മെൻപോലം വാദാമൽ പോലം മൊൽമീനമേ സർവേശാദിൻ ശ്രീപായാൻ മല്ലൻ ശിരസിൽ കുളിച്ചു തൃപ്തിയഴാത്തൊരു മരണത്തിൽ വാഴ്ചേനീമായിച്ചു. അതിനാൽ ഞങ്ങൾ ഘോഷിപ്പു നിൻബലമെന്നും സ്തുത്യം സാഗരേശ സൗമൻകാരോ സാലികുലാൻ റഹ്മേ വഹനോനോ മെൻമറിയോ നബേ Espoto taudiso hedrokulo sormromo tobodulo botoya bino isubukulisban വബുക്കുലേതോ നിസ്വേദനാസേ. പരിശുദ്ധ കുരിശ് നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സുവിശുദ്ധമായ കോട്ടയാക്കി തീർത്തവനും നിന്റെ അവകാശത്തിനതിനെ പരിചയമായി നൽകിയവനുമായ മിശിഹാതമ്പുരാനെ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഈ ആരാധനാലയത്തിന്റെ കൂദാശ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുനിയവും
പാറയ്ക്കുമോ ഞങ്ങളുടെ ദൈവമായ വിശ്വതമ്പുരാനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ ശ്രീബായിൽ ഞങ്ങൾ സങ്കേതപ്പെടുന്നു. ഞങ്ങളുടെ അധരങ്ങളാൽ അർപ്പിക്കപ്പെടുന്ന ബലിയും ഞങ്ങളുടെ ചിന്തകളാകുന്ന സുഗന്ധധൂപവും നിന്നാൽ പരിപൂർണമാക്കപ്പെടുമാറാകണമേ. നിന്റെ ശ്രീബായ ഞങ്ങൾക്ക് സമാധാനം ലഭ്യമാകണമേ. ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വിശുദ്ധ ശ്രീബായാൽ വിശുദ്ധ സഭ ശ്രേഷ്ഠമാക്കപ്പെടണമേ. അതിന്റെ മക്കൾ സംരക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ ശരീരവും മനസ്സും വിചാരങ്ങളും പൗത്രീകരിക്കപ്പെടുകയും ആത്മാക്കൾ പ്രശോഭിതമാകുകയും ചെയ്യണമേ. നിന്റെ ശ്രീബായ ഞങ്ങളുടെ പാപം മാഞ്ഞു പോവുകയും പുണ്യം വർദ്ധിക്കുകയും ചെയ്യണമേ. നിന്റെ ശ്രീബായ സാത്താൻ പരാജിതനാകണമേ. നേരായ മാർഗം അവലംബിക്കുന്നവർ പൂർണ്ണത പ്രാപിക്കണമേ. ജീവിക്കുന്നവർ ആയുധം ധരിപ്പിക്കപ്പെടുകയും വാങ്ങിപ്പോയവർ പുതുജീവൻ നേടുകയും ചെയ്യണമേ. കാലാവസാനം ശ്രീപാട് ചിറകുകളിൽ ഞങ്ങൾ മറയ്ക്കപ്പെടുകയും നിന്നോടൊന്നിച്ച് ജീവന്റെ വസതിയിലേക്ക് അനുയാത്ര ചെയ്യുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധായിക്കും ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും ശ്രീ സ്തോത്രവും സമർപ്പിക്കും. Menalo hono kabelo soyod hove vel subkono dato he batrai hunol melolum vel min. വിമലദയങ്ങൾക്കായി പാവന കുരിശേകി രക്ഷക കുരിശതിനാൽ പാപങ്ങൾ പോക്കി കുരിശദുഖലനെയോ തൻഗണവും വെന്നോ ജയകര കുരിശുദിനം ഭക്തർ മോദിപ്പൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുരിശിൻ പാർശ്വത്തിൽ പാലിക്കുക നാഥ പാറയ്ക്കുമോ. കുരിശാൽ പരരേ സഭരക്ഷിതയായി അഭിമാനത്തോടു കഷ്ടത പൂജിപ്പൂ. കുരിശതു സങ്കേതം ഞങ്ങൾ പ്രാപിപ്പൂ. കലനും സേനയതും ചേരാതെ കാക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ. കുരിശൻ പാർശ്വത്തിൽ പാലിക്കുക നാഥ. ബാറക്കുമോർ വചനമായ ദൈവം തമ്പുരാനെ നിനക്ക് സ്തുതി. ജീവൻ നൽകുന്ന നിന്റെ സ്ലീബ മൂലം ഞങ്ങളുടെ ആത്മാക്കളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നീ രക്ഷിച്ചു. മഹത്വത്തിന്റെ ഔന്നത്യത്തിലേക്ക് ഞങ്ങൾക്ക് നീ രക്ഷാമാർഗമൊരുക്കി. ഈ പരിമള ധൂപത്തോടുകൂടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ എഴുന്നേറ്റ് നിന്റെ വിജയപ്രദമായ സ്ലീബായുടെ വലിയ ശക്തിയാൽ വിശുദ്ധ സഭയെ സഹായിക്കണമേ. നിന്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പരേതരെ അനുസ്മരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ബാറക് മോർ ഹോശോ ബകുരസ്മാൻ ലവൽമീ. ശബ്ദോയോർത്തുസോ ഹല്ലേലൂയ. ബാറക് മോർ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവേ ശിമശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഏവൻഗേലിയോൻ ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യമാതാവിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു തമ്പുരാന്റെ ഇഹലോക ജീവിതകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാന്റെ കുരിശിനരികെ അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തമ്പുരാൻ തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് കർത്താവിന്റെ ചുണ്ടിനോടടുപ്പിച്ചു. യേശു തമ്പുരാൻ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് തലചായ്ച്ച് തന്റെ ആത്മാവിനെ സമർപ്പിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഭവിക്കട്ടെ. കുരിശാൽ പീഴയിൽ നിന്നേ സഭയെ വേണ്ട സുദേശ ശോഭമിതിനേ കാക്കണമിതിനോട് ജാതന്മാരെ മാനവരെ തൻ അത്ഭുത ബലമാതു കാട്ടിയ കുരിശ് നിന്നാലിനിമേൽ ഉയരണമേ നിൻ സഭയിൽ ശൃംഖം. കുരിശൊളിയെ ഭക്തജനതേ ഭാസുരവാസതി നിന്നൊഴി കാൺമാർ മമനയനേ നിൻ വെളിവേകേണമേ. പൂർവേ കുരിശ കൃതി കാണിച്ചോരു താതൻ വന്ദ്യൻ കുരിശമാസം ശിഷ്യർക്കേകിയ പുത്രൻ പൂജ്യൻ. കുരിശാൽ ബലികൾ പൂരിപ്പിക്കും റൂഹാസ്തുത്യൻ ഭൂണിയവരെ ക്രൂശിൻ പക്ഷേ സംരക്ഷിക്കാം. കള്ളനു കുരിശിൽ മോചനമേകിയൊരേശുകുമാര കുരിശിൽ ശരണം തേടുന്നവരിൽ കൃപ ചെയ്യണമേ. ബർഖ്മോർ ദൈവം തമ്പുരാനെ കൃപയോടെ ഇറങ്ങി ആവശ്യിച്ചതിനാൽ സീനായി മലയും അതിന്റെ സമീപ സ്ഥലത്തെയും നീ ശുദ്ധീകരിച്ചു. ഹോറേബ് പർവ്വതത്തിൽ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് നീക്കിക്കളയ എന്ന് മോശയോടെ ആജ്ഞാപിച്ചു. ഞങ്ങളുടെ വിഷയാതമ്പരാനെ നീ മാതൃഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ
നിന്റെ സാന്നിധ്യത്താൽ ഗർഭസ്ഥ ശിശുവായി യോഹന്നാനെ നീ ആനന്ദിപ്പിച്ചുവല്ലോ. വിശുദ്ധ ശ്ലീബ പ്രതിഷ്ഠിക്കുന്ന ഈ സ്ഥലത്തെ കൃപയോടെ നീ വാഴ്ത്തണമേ. ഇവിടെ വിശുദ്ധിയും അനുഗ്രഹവും സംരക്ഷിക്കപ്പെടുമാറാകണമേ. പരിശുദ്ധാതൃത്വത്തിന്റെ സവിശേഷമായ കൃപാകടാക്ഷത്താൽ ഈ സ്ഥലത്തിന്റെ വിശുദ്ധി സദാ ഇവിടെ നിൽക്കുമാറാകണമേ. വിജയപ്രദമായ ശ്ലീബായാൽ സാത്താനെ പരാജയപ്പെടുത്തുകയും ശത്രുതയുടെ വേലി പൊളിക്കുകയും ലോകത്തെ പിതാവിനോട് എമ്മപ്പെടുത്തുകയും ചെയ്ത ഞങ്ങളുടെ മിശിഹാ തമ്പുരാനേ, തിരുനാമ മഹത്വത്തിനും നിന്റെ ഇടവയുടെ സംരക്ഷണത്തിനുമായി ഇവിടെ വന്നുകൂടി മുട്ടിപ്പായി യാചിക്കുന്നവരുടെ അപേക്ഷകൾ സുസാധ്യമാകുവാനും ആയി കുരിശടിയെ വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കുന്ന നിന്റെ സാന്നിധ്യത്താലും നിന്റെ ശ്ലീബായാലും ഈ ഇടവക മുഴുവനിലും ഈ പ്രദേശത്തും ഇപ്പോഴും എപ്പോഴും വന്ന് വസിക്കുമാറാകണമേ. ഹോശോവ കുലസ്ബാൻ ലോൽമീൻ. ശ്ലീഹായുടെയും ഈ കുരിശടിയാരുടെ നാമത്തിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു ആ വിശുദ്ധനായ ഗീവർഗീസയുടെയും വിശുദ്ധ യൂദാ ശ്ലീഹായുടെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെയും ഈ കുരിശടിയെയും നീ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, നിന്റെ മാതാവാകുന്ന പരിശുദ്ധ മാതാവിന്റെയും ഞങ്ങളുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെയും ഈ കുരിശടിയെയും നീ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ നീ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ബലഭാഗേ രാജഭാമിനിയും ജന്മോദിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ജനമോൾക്കായിക പിതൃഗ്രഹവും പാർക്കുമോ ബോലബുറോവൽ റോഹോഗാദീശോ മൂലം വാദാവൽ മൂലം മൽമീനാമേ പിതൃകൾ ശാഭജനമേ നിന്നിലുദിച്ചോ സുതന്ത്രകരങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷണം സൗമൻകാലസ്കുറിയിലായിസോ വഴുവായി തീരണമേ മറിയാമെന്നോർമ്മ പ്രാർത്ഥനങ്ങൾ കാൽമാവിന് കോട്ട പാറയ്ക്കുമോ ദൈവാംബിക കന്യ മറിയാമിന്നായി പരിമളധൂപജുരിൽ വായുവിലുയരുന്നു മുറിയോറാകെ മാലായി ധൂവാതാരേ നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായും അർദ്ധന നീ
ഏകാത്മജനോടർദ്ധിക്ക ഞങ്ങളിൽ ആർദ്രത തോന്നീടാം. നീതിമാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ യുദ്ധതയിലും അവതളിട്ടു തളച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും വാർക്കുമോ. മിന്നൂലും വാദാമുൽ പോലും കൊൽമീനാമേ. വാനിലും അതുപോൽ നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോർക്ക സൗമൻകാലസ്കുരിയേലായി സോ. പ്രാർത്ഥനയൻ സമയമേതല്ലോ മോര്യോദാശ്ലേഹ. പൊതുവിൻ വഴി നിൻ കൂട്ടത്തലയായി ഇമ്പമിഴു നിൻ പാട്ട് ശ്രദ്ധിച്ചിടുന്നേ. ആടുകളെ മോശെ പോൽ കൈവാത്തേണം പാലിക്കുമോ. നിന്നെ വരേശ്വരുതാതെന്നും മോർത്ത കൊച്ചു ദ്രസ്യ. പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി ഇമ്പമെഴു നീൻ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നേ. ആടുകളെ മോശെ പോൽ കൈവാണം വാർക്കുമോ. നിന്നെ വരിച്ചൊരുതാരനും മോർത്ത് കൊച്ചു ദ്രേസ്യ നിന്നോർമേൽ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടി ചൂടിക്കുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപ കേട്ടട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാഹി മലയോ ആധാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട. അടികളയും തൻ കോപത്തിൽ വടികളയും മായ്ച്ചിടാ. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദത്തോടെ നമ്മൾ പിതാവിന്റെ സ്ലീവാമുത്തി അനുഗ്രഹം പ്രാപിച്ച് ഇവിടെ ഒരുക്കിയിരിക്കുന്ന നേർച്ചയും കഴിച്ചിട്ടാണ് പോകേണ്ടത്. നന്ദിയുടെ ഒരു വാക്ക് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്നോടൊരു അച്ഛൻ ചോദിച്ചു, തിമോത്തിയോസ് തിരുമേനിയുടെ അനുവാദം വാങ്ങിയോ അച്ഛൻ പഴയ കുരിശടി പൊളിക്കാൻ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, തീർച്ചയായും അഭിമന്യ പിതാവിന് ഏറെ സന്തോഷവും അതുപോലെ തന്നെ അനുഗ്രഹവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിതാവ് നിർമ്മിച്ച കുരിശടി ഒരിക്കലും പൊളിക്കരുതെന്നുള്ള വിചാരത്തോടുകൂടിയാണ് നമ്മുടെ പള്ളി പണിതപ്പോഴും അത് അതേപോലെ നിർത്തിയത്. എന്നാൽ ബലക്ഷയം കൊണ്ട് അത് താഴെ വീഴുന്നൊരു പരുവമൊക്കെ ആയപ്പോഴാണ് നമ്മളിതിനെ